+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന മാത്തമെറ്റിക്കൽ ഫംഗ്ഷനിൽ ഒരെണ്ണമാണ് റൗണ്ട് അപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നേരത്തെ ഒരു വീഡിയോയിൽ റൗണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഇന്ന് കണ്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചിരുന്നാലും അത് നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല എളുപ്പമുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്, ഒരു നമ്പർ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ 2 എക്സാമ്പിൾ കൊടുക്കാം. ഒരെണ്ണം 1 2 3 4.5678 ഞാനൊരു നമ്പറും കൊടുത്തിട്ടുണ്ട്. 1 2 5678.1234 പിന്നെ 2 നമ്പേഴ്സ് ഞാൻ റൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ആദ്യം തന്നിരിക്കുന്ന ഈ ഒരു നമ്പർ 1234.5678 എന്നാണ്. ഞാൻ സെല്ലൊന്ന് വലുതാക്കാം, ഇല്ലേ അത് മുഴുവൻ കാണത്തുള്ളൂ. അപ്പോൾ 1234.5678 എന്നാണ് ആദ്യത്തെ നമ്പർ. ഇത് നമ്മൾ 1 ഡിജിറ്റിൽ റൗണ്ട് ചെയ്താൽ എങ്ങനെ എഴുതും, 2 ഡിജിറ്റിൽ റൗണ്ട് ചെയ്താൽ എങ്ങനെ എഴുതും, 3 ഡിജിറ്റിൽ റൗണ്ട് ചെയ്താൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. നമ്മൾ സാധാരണ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് എഴുതുന്നത്, 1 2 3 4 പോയിൻറ്റ് 1 ഡിജിറ്റാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ 1 2 3 4.6 എന്നാണ് വരുന്നത്. കാരണം 0.5 അവിടെ ഓൾറെഡി ഉണ്ട്. 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ 5 കൂടുതലായതുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് 6 എന്ന് എഴുതുന്നു. ഇനി 2 നമ്പർ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും, ഈ 5 6 എന്നുള്ളതാണ് നമുക്ക് റൗണ്ട് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞിട്ടുള്ള നമ്പർ 7 എന്ന് പറയുന്ന 5 കൂടുതലായതുകൊണ്ട് 0.56ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് 0.57 എന്നാണ് നമ്മൾ ഉത്തരം എഴുതുക. 1 2 3 4.57 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ നമ്പർ റൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. 1 ഡിജിറ്റാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ 5678.1 എന്നാണ് വരുന്നത്. കാരണം 1 കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ ഈ 1ൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാതെ അതുപോലെ തന്നെ എഴുതുന്നു. ഇനി ഇത് 2 ഡിജിറ്റ് റൗണ്ട് ചെയ്താൽ എങ്ങനെ എഴുതുന്നു, 5678.12 എന്ന് എഴുതുകയുള്ളൂ. 2ൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്, ഇവിടെ 2 കഴിഞ്ഞുള്ള നമ്പർ എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതാണ്. അതുകൊണ്ടാണ് അതുപോലെ എഴുതുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ റൗണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിലാണ് എഴുതുക. ഇനി ഇതും റൗണ്ട് അപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. റൗണ്ട് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് എത്ര ഡിജിറ്റ് റൗണ്ട് ചെയ്യണോ, ഒരു നമ്പറാണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ആ നമ്പർ ഏതാണോ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എഴുതുന്നു. 2 പ്ലേസാണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ആ 2 നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുന്നു. നമ്മൾ ആ സെക്കൻഡ് പ്ലേസ് കഴിഞ്ഞുള്ള നമ്പർ ഏതാണെന്ന് ഒരിക്കലും പരിഗണിക്കുന്നതേ ഇല്ല. അത് കൺസിഡർ ചെയ്യാതെ എപ്പോഴും നമ്മൾ റൗണ്ട് ചെയ്ത് ഒരു നമ്പർ കൂട്ടി എഴുതുന്നതിനെയാണ് റൗണ്ട് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിനേക്കാൾ കുറച്ചുകൂടെ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് 5678.1 എന്നാണ് നമ്മൾ ഒരു പ്ലേസ് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ കിട്ടാനുള്ളത്. പക്ഷേ നമ്മൾ ഈ 1 കഴിഞ്ഞിട്ടുള്ള നമ്പർ എത്രയാണെന്ന് നോക്കുന്നതേ ഇല്ല. പോയിൻ്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ 1ന് പകരം നമുക്ക് എത്രയെന്ന് കിട്ടും, അവിടെ 2 എന്ന് കിട്ടും. ഇനി 2 പ്ലേസാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ 5678.12 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 1 2 എന്നുള്ളത് നമ്മൾ സാധാരണ റൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ നോക്കിയിട്ടാണ് ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 പ്ലേസ് കഴിഞ്ഞ് 3ാമത്തെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ ഏതെന്ന് നോക്കുന്നേ ഇല്ല. 0.12ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് 0.13 എന്ന് നമ്മൾ ആൻസർ എഴുതുന്നു. അപ്പോൾ റൗണ്ട് അപ്പ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എത്ര പ്ലേസ് റൗണ്ട് ചെയ്താലും അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ എത്രയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അത് 5 ആണെങ്കിലും 5ൽ കൂടുതലാണെങ്കിലും 5ൽ കുറവാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്ന നമ്പറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്തങ്ങ് എഴുതുകയാണ് ചെയ്യുന്നത്.
2 പ്ലേസേ റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 പ്ലേസിൽ വരുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. 3 പ്ലേസ് റൗണ്ട് ചെയ്യുന്നെങ്കിൽ ആ 3 പ്ലേസ് തേർഡ് പ്ലേസിൽ വരുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. 1 പ്ലേസേ റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി 3 പ്ലേസ് റൗണ്ട് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കിട്ടും? 5678.123 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിന് പകരം 123യുടെ കൂടെ 1 ആഡ് ചെയ്ത് 124 എന്ന് നമ്മൾ ആൻസർ എഴുതുന്നു. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്ന എത്ര പ്ലേസ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും. ഇനി ഇവിടെ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഒറ്റ പ്ലേസാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഈ 0.5 എന്നുള്ളത് 5ൻ്റെ കൂടെ 1 കൂട്ടി എഴുതി 0.6 എന്ന് എഴുതും. 2 പ്ലേസാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ 0.56 വരും, 0.57 വരും. 3 പ്ലേസാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ 0.567 വരും, 0.568 എന്ന് വരും. അപ്പോൾ ഒരു പ്ലേസ് റൗണ്ട് ചെയ്താൽ 1 2 3 4 0.6 വരും. 2 പ്ലേസ് റൗണ്ട് ചെയ്താൽ 1 2 3 4.57 വരും. 3 പ്ലേസ് റൗണ്ട് ചെയ്താൽ 1 2 3 4.568 എന്ന് വരും. ഇപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാതാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ വെച്ച് ഇതേ കാര്യം തന്നെ ചെയ്ത് നോക്കാം. എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. ഈസിക്കൽ ടു റൗണ്ട് അപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 2 3 4.5678, 1 കൊടുത്തു. ആൻസർ എന്തെന്ന് കിട്ടും? ഫസ്റ്റ് പ്ലേസ് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ 5 മാത്രം റൗണ്ട് ചെയ്ത് 5ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 0.6 എന്നായിരിക്കും കിട്ടുന്നത്. 1 2 3 4.6 എന്ന് നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ഇനി അടുത്തത് 2 പ്ലേസ് റൗണ്ട് ചെയ്താൽ ഈസിക്കൽ ടു റൗണ്ട് അപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 2 3 4.5678, 2. 2 പ്ലേസ് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടണം? 5 6. അടുത്ത നമ്പർ നോക്കുകയോ വേണ്ട, 0.57 എന്നാണ് നമുക്ക് 1 2 3 4.57 ആയിരിക്കും നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. ഇനി അടുത്തത് 3 പ്ലേസ് റൗണ്ട് ചെയ്താൽ 1 2 3 4.5678, 3. 3 പ്ലേസ് റൗണ്ട് ഫംഗ്ഷൻ എഴുതാൻ വിട്ടുപോയി. ROUND, റൗണ്ട് അപ്പ്, 1 2 3 4.5678, 3. 3 ഡിജിറ്റ് 567ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ 1 2 3 4.568 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു നമ്പറാണ് വരുന്നതെങ്കിൽ ചെയ്ത് നോക്കാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാം നമ്മൾ റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മൾ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരുന്നതാണ്? ഈ 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ 6 ആയതുകൊണ്ട് 1 ആഡ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. 1 2 3 4.6 എന്ന് തന്നെ ആയിരിക്കും അതിന് ആൻസർ കിട്ടുന്നത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നതിന് അങ്ങനെയല്ല, എല്ലാ 5ൽ താഴെയുള്ള നമ്പറാണ് പോയിൻറ്റിന് ശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈസിക്കൽ ടു റൗണ്ട് അപ്പ്, 5678.1234, 1 ചെയ്യുമ്പോഴത്തേക്ക് 5678.1ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യണം. ആൻസർ 5678.2 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഈസിക്കൽ ടു റൗണ്ട് അപ്പ്, 5678.1234, 2. 2 പ്ലേസ് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 5678.12ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5678.13 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഈസിക്കൽ ടു റൗണ്ട് അപ്പ്, 5678.1234, 3. 3 പ്ലേസ് റൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 ആണ് റൗണ്ട് ചെയ്യാനുള്ളത്. 1.123യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5678.124 ആയിരിക്കും ആൻസറായിട്ട് നമുക്ക്
കിട്ടുക. ഇനി നമുക്ക് ഇപ്പോൾ ഒരു പ്ലേസ് റൗണ്ട് ചെയ്ത്, 2 പ്ലേസ് റൗണ്ട് ചെയ്ത്, 3 പ്ലേസ് റൗണ്ട് ചെയ്ത്, ഇനി നമുക്ക് ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളതൊന്നും വേണ്ട, പോയിൻ്റ് വരെയുള്ള നമ്പർ മാത്രം മതിയെങ്കിൽ നമ്മൾ 0 റൗണ്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത്. ഈസിക്കൽ ടു റൗണ്ട് അപ്പ് 1 2 3 4.5678, 0 കൊടുത്തു. 0 കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾക്ക് പോയിൻ്റ് കഴിഞ്ഞുള്ളതൊന്നും വേണ്ട, പോയിൻ്റ് വരെയുള്ള നമ്പർ മാത്രം 1 2 3 4 വരെ മതി. അപ്പോൾ റൗണ്ട് അപ്പ് ആയതുകൊണ്ട് 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് എഴുതുന്നു. 4 കഴിഞ്ഞിട്ടുള്ള നമ്പർ, അതായത് ഈ പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ എന്താണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ആൻസർ നമുക്ക് 1 2 3 5 എന്നായിരിക്കും കിട്ടുക. ഇനി ഇവിടെ ഈസിക്കൽ ടു റൗണ്ട് അപ്പ് 5678.1234, 0 കൊടുത്തു. ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പർ വേണ്ട, 5 6 7 8 വരെ മതി. പക്ഷേ ഈ 8ൻ്റെ കൂടെ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള എത്രയാണെങ്കിലും, 5 കുറവാണേലും കൂടുതലാണേലും 5 ആണേലും എത്രയാണെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ 8ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് എഴുതുന്നു. 5 6 7 9 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇനി അടുത്തത്, നമ്മൾ ഈ പോയിൻറ്റിന് മുന്നേ ഉള്ള നമ്പർ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? അതായത് ഈ ഫസ്റ്റ് പ്ലേസിലുള്ളത് സെക്കൻഡ് പ്ലേസ് 10s 100s ഇങ്ങനെ റൗണ്ട് ചെയ്താൽ, അതായത് ഇത്രയും നേരം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് റൗണ്ട് ചെയ്തു പോയിൻറ്റിന് ശേഷം, ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് റൗണ്ട് ചെയ്യാൻ പോവുകയാണ്. പോയിൻറ്റിന് മുമ്പുള്ള റൗണ്ട് ചെയ്താൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഈസിക്കൽ ടു റൗണ്ട് അപ്പ് 1 2 3 4.5678, -1. പോയിൻറ്റിന് മുമ്പുള്ളതാണ് റൗണ്ട് ചെയ്യാനുള്ളതെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതാണ് റൗണ്ട് ചെയ്യാനുള്ളതെങ്കിൽ എപ്പോഴും മൈനസ് ഫിഗർ കൊടുത്തായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഇനി -1 എന്ന് ഈ റൗണ്ട് അപ്പ് ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഈ പോയിൻറ്റിന് മുന്നോട്ടുള്ള നമ്പർ, അതായത് ഈ 1 2 3 4 വരെയുള്ള നമ്പർ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 4ന് ശേഷം, അതായത് 4ന് ശേഷം പോയിൻ്റാണ് വന്നിരിക്കുന്നത്, പോയിൻറ്റിന് ശേഷമുള്ളത് നമ്മൾ നോക്കുകയേ വേണ്ട. -1 എന്ന് വന്നു കഴിഞ്ഞാൽ പോയിൻറ്റിന് തൊട്ട് മുമ്പുള്ള നമ്പർ, അതായത് പോയിൻറ്റിന് തൊട്ട് മുമ്പുള്ള ഒരേ ഒരു നമ്പറിൻ്റെ സ്ഥാനത്ത്, അതായത് ഈ 4ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഇത് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് മുകളിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ 0 കൊടുക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എഴുതണം. ആൻസർ 1240 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് പോയിൻറ്റിന് മുമ്പുള്ള 2 നമ്പർ റൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റൗണ്ട് ഫംഗ്ഷനിൽ അവസാനം -2 ആയിരിക്കും കൊടുക്കുന്നത്. ഈസിക്കൽ ടു റൗണ്ട് അപ്പ് 1 2 3 4.5678, -2 കൊടുക്കുന്നു. -2 കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താണ്? പോയിൻറ്റിന് മുമ്പുള്ള 2 നമ്പറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കുന്നു. അപ്പോൾ 1 2 0 0 എന്നായിരിക്കും വരിക. റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ 1 2 ഈ 2 0 ഇട്ട് കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഇവിടെ 2 ആണ്. ആ 2ൻ്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1300 എന്നായിരിക്കും നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. 1300 വന്നു. ഇനി വീണ്ടും നമ്മൾ 3 ഡിജിറ്റ് വരെ റൗണ്ട് ചെയ്യണമെങ്കിൽ, അതായത് പോയിൻറ്റിന് മുമ്പുള്ള 3 ഡിജിറ്റ് റൗണ്ട് ചെയ്യണമെങ്കിൽ ഈസിക്കൽ ടു റൗണ്ട് അപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1 2 3 4.5678, -3 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ 3 ഡിജിറ്റ് റൗണ്ട് ചെയ്യണം. പോയിൻറ്റിന് മുമ്പുള്ള 3 ഡിജിറ്റാണ് റൗണ്ട് ചെയ്യാനുള്ള. അപ്പോൾ ആ 3 ഡിജിറ്റ് 0 വരണം. അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ 1ൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എഴുതണം. 2 എന്ന് കിട്ടും. അപ്പോൾ 2000 ആയിരിക്കും ഇതിൽ ആൻസറായിട്ട് വരിക.
ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഈ ഒരു നമ്പറിലും കൂടെ ചെയ്ത് നോക്കാം. 5678.1234 ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഈസിക്കൽ ടു റൗണ്ട് അപ്പ് 5678.1234, -1 കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു. പോയിൻറ്റിന് മുമ്പുള്ള ഫസ്റ്റ് നമ്പർ നമ്മൾ 0 ആക്കി കൊടുക്കണം. അപ്പോൾ 5670 എന്നാണ് കിട്ടുക. പക്ഷേ റൗണ്ട് അപ്പ് എന്ന് പറയുന്നത് മുകളിലേക്ക് റൗണ്ട് ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് ഈ 567, അതായത് നമ്മൾ ഈ 0 എവിടെയാണോ കൊടുക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എഴുതും. അപ്പോൾ 5680 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ കിട്ടുക. ഈസിക്കൽ ടു റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മുകളിലോട്ടേ റൗണ്ട് ചെയ്യുന്നുള്ളൂ, ഒന്നും കുറയ്ക്കുന്നില്ല, എപ്പോഴും കൂട്ടിയാണ് ആ നമ്പർ എഴുതുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. റൗണ്ട് അപ്പ് 5678.1234, -2 എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? പോയിൻറ്റിന് മുമ്പുള്ള 2 നമ്പർ 0 ആക്കണം. ആ 0 ആക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എഴുതണം. എന്തുകൊണ്ടാണ്? റൗണ്ട് അപ്പ് ഫങ്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ 5700 എന്നായിരിക്കും ഇവിടെ ആൻസർ കിട്ടുക. ഈസിക്കൽ ടു റൗണ്ട് അപ്പ് 5678.1234, -3. റൗണ്ട് അപ്പ് -3 എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പോയിൻറ്റിന് മുമ്പുള്ള 3 നമ്പർ 0 ആക്കണം. അപ്പോൾ 5 കഴിഞ്ഞ് 3 0 വരുന്നത്. റൗണ്ട് അപ്പ് ഫങ്ഷൻ ആയതുകൊണ്ട് ഈ 5ൻ്റെ കൂടെ, അതായത് എവിടെയാണോ നമ്മൾ ലാസ്റ്റ് 0 ഇടുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ 6000 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടിക്കലിന് അധികം ചോദിക്കാറില്ല. റൗണ്ട് ചെയ്യാൻ ചോദിക്കും, പക്ഷേ ഇത്ര വെറൈറ്റീസ് വരാറില്ല. തിയറി ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തിയറി എക്സാമിന് ഇത് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്.